ആശ്രയമരുളും അഭയസങ്കേതം. Divine, divine, divine blessing. ദൈവം നൽകിയ സ്നേഹവരദാനം. Divine, divine, divine. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി എല്ലാവരെയും ഡിവൈൻ ബ്ലെസ്സിങ് എന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവവചനത്തിൻ്റെ നിറവ് നമ്മെ അനേകം അനുഗ്രഹങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. പരിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 26-ാമത്തെ തിരുവചനം പ്രകാരം നമ്മൾ കാണുന്നു: വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ്. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ്. അപ്പോൾ കഷ്ടതയിലും പ്രതിസന്ധികളിലും കർത്താവ് കരുണ ചൊരിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്. വളർച്ചയുടെ നാളുകളിൽ ഒരു മഴ എപ്രകാരമാണ് ആശ്വാസം നൽകുന്നത്, അതുപോലെ തന്നെ കഷ്ടതയിലും സഹനത്തിലും പ്രതിസന്ധിയിലുമായിരിക്കുന്ന ഒരു മനുഷ്യന് തീർച്ചയായിട്ടും കർത്താവിൻ്റെ കരുണയെന്ന് പറയുന്നത് വലിയ അനുഗ്രഹവും കൃപകൾ വർഷിക്കുന്നതുമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ, നമ്മൾ സ്വീകരിച്ച വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വളർച്ചയുടെ കാലങ്ങളിൽ അനുഗ്രഹം നൽകുന്ന, ആശ്വാസം നൽകുന്ന മഴ പോലെ, ജലം പോലെ കഷ്ടതകളിൽ നമ്മെ താങ്ങി നിർത്തട്ടെ. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. Divine, divine, divine blessing. Divine, divine, divine. ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഭാര്യയോട് കണ്ടമാനം ചൂടായി അതിശക്തമായ കുത്തുവാക്കുകളും വിമർശനങ്ങളും ഒക്കെ അവൾ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു ഭർത്താവ് മനസ്സിലാക്കണം, അവൾ ഈ പറഞ്ഞതൊന്നും നിനക്കെതിരായിട്ടല്ല. അപ്പോൾ ചില ചോദിക്കും, പിന്നെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ കുടുംബത്തിന് പോലും സ്റ്റാൻഡേർഡ് ഇല്ലെന്നല്ലേ അവളാ പറഞ്ഞത്. ആ വാക്കുകൾക്ക് അങ്ങനെയുള്ള അർത്ഥമൊക്കെ ഉണ്ട്, പക്ഷെ അവൾ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. എത്ര രൂക്ഷമായ വിമർശനമാകട്ടെ, എത്ര രൂക്ഷമായ വിധത്തിലുള്ള കുറ്റപ്പെടുത്തലാകട്ടെ, അതൊരിക്കലും നിനക്കെതിരായിട്ടല്ല. പിന്നെ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ആ പറഞ്ഞതിനെല്ലാം ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. അതായത് അവൾ അവതരിപ്പിച്ച ആ വിഷയമുണ്ടല്ലോ, ആ വിഷയം എത്ര ആഴത്തിലാണ് അവളുടെ ഉള്ളിൽ മുറിവുണ്ടാക്കിയിരിക്കുന്നത്, എത്ര വലിയ സങ്കടമാണ് അവൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. ആ സങ്കടത്തിൻ്റെ ആഴമാണ് അവൾ ആ പറഞ്ഞതിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതൊരിക്കലും നിനക്കെതിരായിട്ടല്ല. അവൾ അവതരിപ്പിച്ച വിഷയം എത്രമാത്രം അവളെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ടതാണെന്നും അത് എത്ര ആഴത്തിൽ അവൾക്ക് ദുഃഖമുണ്ടാക്കിയിരിക്കുന്നു എന്നുമാണ്
അവൾ അതിലൂടെ പ്രകാശിപ്പിക്കുന്നത് അത് ഒരിക്കലും നിനക്കെതിരായിട്ടല്ല. ഒന്ന് കൈയുയർത്തി കൈയടിച്ച്. അപ്പം നമ്മളതിനെ പേഴ്സണലായിട്ട് എടുക്കരുത്. അത് അവൾക്ക് വളരെ സങ്കടമുണ്ടാക്കിയിരിക്കുന്നു, വേദന ഉണ്ടാക്കിയിരിക്കുന്നു. ഇത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആ കൺവെൻഷന് അവിടുത്തെ ബിഷപ്പ് മുഴുവൻ സമയം ഉണ്ടായിരുന്നു. 3 ദിവസം മുഴുവൻ സമയവും സ്റ്റേജിലുണ്ടായിരുന്നു. ബിഷപ്പ് സാക്ഷ്യം പറഞ്ഞു, മീറത്തിൽ ഞാൻ വൈദികനായിരിക്കുമ്പോൾ അച്ഛൻ അവിടെ ധ്യാനിപ്പിക്കാൻ വന്നു. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ ബിഷപ്പ് ആകുന്നതായിട്ടാണല്ലോ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, ഒന്നും ഓർക്കുന്നില്ല, പക്ഷെ അദ്ദേഹം ബിഷപ്പാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രവചനമായിട്ട് നൽകുന്നത് എന്താണെന്ന് പറയുന്ന ആൾക്ക് പോലും പിടികിട്ടുകയില്ല. ഈയിടെ അമേരിക്കയിൽ ധ്യാനിപ്പിക്കാൻ നിന്നപ്പോൾ ന്യൂജേഴ്സിയിൽ നമുക്കൊരു ധ്യാനമന്ദിരമുണ്ട്. ഒരു സ്ത്രീ 40 വയസ്സൊക്കെ കാണുമായിരിക്കും, മകളെയും കൊണ്ട് വന്നു. മകളെയും കൊണ്ട് വന്നപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പോട്ടയിൽ ധ്യാനം കൂടാൻ വന്നപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് മക്കളില്ലായിരുന്നു. അന്ന് അച്ഛൻ പറഞ്ഞു 153 മണിയോൻ ചെല്ലാൻ. ഞാൻ സാധാരണ അങ്ങനെ പറയാറില്ല, പറഞ്ഞെങ്കിൽ പ്രവചനമാണ്. അവൾ 5-6 കൊല്ലം അവൻ്റെ ചെല്ലി കാണണം. 10-15 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായിട്ടാണ് ന്യൂജേഴ്സിയിൽ അവർ എന്നെ കാണാൻ വന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ ഉയർത്തി കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ ഭർത്താവിൽ നിന്ന് എന്തോരം കിട്ടുന്നുള്ളൂ. ഭർത്താവ് കഴിഞ്ഞ നാളുകളിലെ പോലെ സ്നേഹിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ട് നടക്കല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ചിന്തിച്ചോ, ഏത് പരാതിയുടെ അറ്റത്തും പിശാചുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയെ പിശാച് കാണുമ്പോൾ ഏറ്റവും ആദ്യം ചോദിക്കുന്നത്, നിനക്ക് ഭാര്യയോടാണ് ചോദിക്കും, ഭർത്താവിൻ്റെ സ്നേഹത്തിൽ സംതൃപ്തി ഉണ്ടോ? സംതൃപ്തി ഉണ്ടോ? എന്തേ പറയുള്ളൂ? സംതൃപ്തി ഇല്ലെന്നേ പറയുള്ളൂ. എന്താ കാരണം എന്നറിയാമോ? 100 കിട്ടുന്നില്ല. അപ്പൊ സംതൃപ്തി ഉണ്ടോ എന്ന് ചോദിക്കും. സംതൃപ്തി ഇല്ലാതെ വരുമ്പോഴാണ് പരാതി പറയുന്നത്. ഈ പരാതി പറഞ്ഞാലേ പിശാച് കയറാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംതൃപ്തിയുള്ള മനസ്സിനെ പിശാച് തൊടാൻ പറ്റിയല്ല. നിന്റെ മനസ്സ് സ്നേഹം കൊണ്ട് സംതൃപ്തിപ്പെടണമെങ്കിൽ, സംതൃപ്തമായി തീരണമെങ്കിൽ, മനുഷ്യ വ്യക്തികളിൽ നിന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോകുന്നത് മുഴുവൻ മനുഷ്യ വ്യക്തികളെ എനിക്ക് തന്ന എൻ്റെ കർത്താവ് തരും എന്ന ബോധ്യത്തിലേക്ക് വന്നാലേ നമ്മുടെ മനസ്സെപ്പോഴും നിറയുള്ളൂ. മനസ്സെപ്പോഴും നിറഞ്ഞാലേ ഏറ്റവും വലിയ ആഗ്രഹമായ സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ളത് മനസ്സിൽ പൂർണ്ണത പ്രാപിക്കുള്ളൂ. ഈ പൂർണ്ണത പ്രാപിച്ചാലേ എപ്പോഴും സന്തോഷിക്കാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മേരിപ്രിയ. ഞാൻ കണ്ണൂർ ചെറുപുഴയിൽ നിന്ന് വരുന്നു. ഞാൻ വളരെ വലിയ ദുഃഖത്തോടെയായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യ ദിവസങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വലിയ സൗഖ്യം കിട്ടി, വലിയ ആനന്ദം അനുഭവിക്കുന്നുണ്ട്. ഈ കുമ്പസാരക്കൂട് കൗൺസിലിംഗ് അല്ല, കുമ്പസാരക്കൂട് നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ള അവസരമല്ല. പേരും അഡ്രസ്സ് ഒന്നും കൊടുക്കരുത്, ഫോൺ നമ്പറും കൊടുക്കരുത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുള്ള സ്ഥലമല്ല അത് പാവം പറയാനുള്ള സ്ഥലം മാത്രമാണ്. എന്നിട്ട് വന്ന് പ്രായശ്ചിത്തം ചെയ്യുക. ഇന്ന് നല്ലൊരു കുമ്പസാരം. ഇപ്പം ഇരിക്കും നിങ്ങളല്ല, ഇനി അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ കുമ്പസാരത്തിന് വിളിക്കുമ്പോൾ രജിസ്റ്റർ മാരേജ് മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പോകരുത്.
അവർക്ക് കുദാശകൾ വിലക്കിയിരിക്കുക. രജിസ്റ്റർ വിവാഹം മാത്രം, പള്ളി വെച്ചില്ല. അങ്ങനെയുള്ളൊരു കുമ്പസാരം എല്ലാ കുദാശയും വിലക്കിയിരിക്കുക. കത്തോലിക്ക വിശ്വാസികൾ വളരുന്നവർ, ജീവിക്കുന്നവർ കുമ്പസാരം എന്ന കുദാശയുടെ സഭ യുവാക്കാർ കുമ്പസാരിക്കാൻ പോകുന്നു. രജിസ്റ്റർ വിവാഹം ചെയ്തവർ പോകണ്ട. അബോർഷന് തിന്മ പറയുമ്പോൾ ഭ്രൂണഹത്യ, കിടന്നു കൊടുത്ത സ്ത്രീ, അനുവദിച്ച ഭർത്താവ്, കൂടെ പോയ വ്യക്തി, ചെയ്തു കൊടുത്ത വ്യക്തി, ഇത്രയും വ്യക്തികൾ അബോർഷൻ എന്ന പാപം പറയണം. ഇവിടെ നല്ലൊരു കുമ്പസാരം. എൻ്റെ പേര് ജോസഫ് തോമസ്, കുമളിയിലാണ് വീട്. ഞാൻ ഉറങ്ങിയിട്ട് 2 വർഷത്തോളമായിരുന്നു. 2 വർഷത്തിനകത്ത് രാത്രി 6-7 പ്രാവശ്യം ഞെട്ടി ഉറക്കം കഴിയുകയും പേടിച്ച് എഴുന്നേറ്റിരിക്കുകയും ചെയ്യുമായിരുന്നു. ഈ ധ്യാനം കൂടിയതിലൂടെ 10 ദിവസമായിട്ട് ആ ഉറക്കത്തിലുള്ള ഞെട്ടി ഉണർത്തലും ആ ഉറക്കവും മാറി നല്ല സുഖമായിട്ട് 8 മണിക്കൂർ 6 മണിക്കൂർ ഉറങ്ങുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ഞാൻ ഇവിടെ ധ്യാനത്തിന് വന്നപ്പോൾ എൻ്റെ കയ്യിൽ കാണാവുന്നതായിരുന്നു ഇഞ്ചക്ഷൻ എടുത്ത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഒരു മുഴ ഇവിടെ ഉണ്ടായിരുന്നു. ആ മുഴ എതിരെ പോയി എന്ന് അറിയത്തില്ല, കാണാതെ പോയി. അതൊരു വലിയ സാക്ഷ്യമാണ്. എന്ന് സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. അതിന് സാക്ഷിയാണ് എൻ്റെ ഭാര്യ. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. Divine, divine, divine blessing. Divine, divine, divine. ഈ പുള്ളി രണ്ടാമതൊരു നിലവിളി, ഒരു നിലവിളി കഴിഞ്ഞു, അത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ നിലവിളി എന്താണെന്നറിയൂ? ദൈവമേ, ഇത്ര ശുദ്ധനായി പോയല്ലോ ഈ പൗലോസ് അപ്പോസ്തലൻ. പുള്ളി പറഞ്ഞു, ഈശോയെ, നന്മ ആഗ്രഹിക്കാൻ പറ്റും, നന്മ ചെയ്യാൻ പറ്റും എന്നത് ഒരു കുഴപ്പം. രണ്ടാമത്തെ കുഴപ്പം എന്താണെന്നറിയൂ? ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എന്തൊരു നിർഭാഗ്യവാനായ മനുഷ്യൻ. എൻ്റെ പേര് അജി. ഞാൻ കൊല്ലത്തുനിന്ന് ചവറ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഇതെൻ്റെ ഭാര്യ മെറ്റിൽഡ. ഞാനിവിടെ 2008 ഒരു ധ്യാനം കൂടിയിരുന്നു. വളരെ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നൊരു സമയത്തായിരുന്നു. ആ സമയത്ത് എനിക്ക് പല രോഗങ്ങളുണ്ടായിരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ധ്യാനം കൂടിക്കഴിഞ്ഞ് ദൈവം ഇടപെടുകയും വലിയ സാമ്പത്തികമായ വലിയ ഉയർച്ചയും രോഗസൗഖ്യം ലഭിക്കുകയുണ്ടായി. ഇപ്പോഴും ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ ധ്യാനത്തിന് വന്ന് എനിക്ക് വയറിന് കുറേ അസ്വസ്ഥതയുണ്ടായിരുന്നു. ഈശോ ഇടപെട്ട് ഒരുപാട് പ്രാർത്ഥിക്കാനുള്ള കൃപയും എൻ്റെ വയറിൻ്റെ എല്ലാ അസ്വസ്ഥതയും മാറി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദൈവമക്കൾ ഈ ഭൂമിയിൽ ആയുസ്സുള്ളിടത്തോളം കാലം ജീവിക്കുമ്പോൾ ദൈവമക്കളുടെ സ്റ്റാറ്റസിൽ ജീവിക്കണം. ആ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കണം. അതിന് ഇത് വായിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല എങ്കിൽ ഈ വിശുദ്ധ ലിഖിതം അറിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ പിള്ളേർ കല്യാണമൊക്കെ കഴിഞ്ഞു ഏതാനും മാസത്തിനുള്ളിൽ തിരിച്ചു വരും, വന്നിട്ട് പറയാം, എനിക്ക് ഇവനെ വേണ്ട, എനിക്ക് ഇവളെയും വേണ്ട, തീർന്നു. എൻ്റെ പേര് സണ്ണി. ഞാൻ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് നാട്ടക്കൽ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ നല്ല അനുഭവമാണ്. പിന്നെ അതുപോലെ തന്നെ ആത്മീയമായിട്ടും അതുപോലെ ഒരു പ്രത്യേക ഒരു അനുഭൂതിയായിരുന്നു. ആത്മീയമായ ഒരു വളർച്ചയ്ക്ക് കാരണമായി. പിന്നെ ചില ദുശീലങ്ങളുണ്ട്, അത് ഉപേക്ഷിക്കണമെന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ
എല്ലാ തരത്തിലും ഇവരുടെ മറ്റ് സ്റ്റാഫുകളുടെയും മറ്റ് നമ്മുടെ അച്ഛന്മാരുടെ പ്രഭാഷണങ്ങളും അതുപോലെ വചനങ്ങളും അതുപോലെ മറ്റ് ബ്രദേഴ്സിൻ്റെ വചനങ്ങളും എല്ലാം വളരെ ഗംഭീരമായിരുന്നു. നല്ല ആത്മീയ നിർവൃതി കിട്ടിയെന്ന് പറയാം. വളരെ സന്തോഷം. അമ്മേ 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 കുരിശിൽ നിന്നു ഞാനീ സ്വരം കേട്ടു, ഇതാണോ നിന്റെ അമ്മ? പേര് റൂബി, സ്ഥലം കിഴക്കമ്പലം. ധ്യാനം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കൂടിയതാണ്. ധ്യാനം ഒത്തിരി നല്ലതായിരുന്നു. എനിക്ക് ഒത്തിരി സമാധാനം ഉണ്ടായി. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 3 കൊല്ലമായി. എനിക്ക് എപ്പോഴും സങ്കടമായിരുന്നു. ഈ ധ്യാനത്തിലൂടെ ഒത്തിരി സന്തോഷവും സമാധാനവും എനിക്ക് ഉണ്ടായി. ഒത്തിരി ആകുലത ഉണ്ടായിരുന്നു. എല്ലാം എൻ്റെ തമ്പുരാൻ മാറ്റി തന്നു. ദൈവത്തിന് നന്ദി. എന്താണ് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ? റോമാലേഖന 6:3 വാക്യത്തിൽ നമ്മൾ വായിക്കും, നിങ്ങൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാനല്ലേ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്നത്. ജ്ഞാനസ്നാനം എന്നാൽ അത് യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടും അവൻ്റെ ജീവനോടുമുള്ള ഐക്യപ്പെടലാണെന്ന് വചനം പറയുകയാണ്. എൻ്റെ പേര് സിസ്റ്റർ കാമൽ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു, സത്യസേവ കോൺവെൻറ്റ്. ഈ ദിവസങ്ങളിൽ ഭയങ്കര അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. ഈ 4-5 ദിവസം ആദ്യമായിട്ടാണ് ഇവിടെ ഞാൻ ധ്യാനത്തിന് വരുന്നത്. ഞങ്ങളുടെ ആനുവൽ റിട്രീറ്റാണിത്. പിന്നെ ഒത്തിരി പ്രചോദനങ്ങൾ, എല്ലാ ടോക്കുകളിലൂടെ എല്ലാം ഒത്തിരി പ്രചോദനങ്ങളും അനുഗ്രഹദായകമായ നിമിഷങ്ങൾ മുന്നോട്ട് കർത്താവിന് വേണ്ടി സാക്ഷിയായി ജീവിക്കുവാനുള്ള പ്രചോദനം ലഭിച്ചു. വചനത്തിൽ വളരാനുള്ള പ്രചോദനം ലഭിച്ചു. ഒത്തിരി സന്തോഷമാണ്. ഞങ്ങളെല്ലാവരും, ഞങ്ങൾ 4 പേര് വന്നവിടുന്ന് ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ ഷെയർ ചെയ്ത് ഞങ്ങളുടെ അനുഗ്രഹ നിമിഷങ്ങളെ ഞങ്ങൾ പരസ്പരം ഒത്തിരി നന്ദി. അച്ഛന്മാരുടെ എല്ലാം പ്രസംഗങ്ങളെല്ലാം ഞങ്ങളെ ഒത്തിരി ഉൾക്കാഴ്ചയോടെ മുന്നോട്ട് നയിച്ചു. ബദ്ലഹേമിൽ വന്നുദിച്ചൊരു കരകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം, ബദ്ലഹേമിൽ വന്നുദിച്ചൊരു കരകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. 1000 നിമിഷങ്ങളെക്കാൾ വലുതാണ് ഈ നിമിഷം. ഈ നിമിഷം ഇത് കൃപയുടെ നേരമാണ്, കൃപയുടെ നിമിഷമാണ്. ഇതാ സ്വർഗം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്നു. അവൻ്റെ മുറിവേറ്റ ആണിപ്പഴുതുള്ള ആ കരങ്ങൾ എന്നെ സ്പർശിക്കുന്നു. എൻ്റെ രോഗമുള്ള ഭാഗങ്ങളിൽ അവൻ്റെ കരങ്ങൾ തൊടുന്നു. വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്ന സമയമാണ്. ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് മാർത്തയോടും മറിയത്തോടും യേശു പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ ഇവിടെ ദർശിക്കും. ശബ്ദം മുഴുവൻ ഉയർത്തി ഇഷ്ടമുള്ള സ്വരങ്ങളിൽ, ഇഷ്ടമുള്ള ഭാഷകളിൽ മാലാഖമാരോട് ചേർന്ന് ഭാഷാപരമുള്ളവർ ഭാഷാപരത്തെ സ്തുതിക്കട്ടെ. ശബ്ദം മുഴുവൻ ഉയർത്തി ഇഷ്ടമുള്ള സ്വരങ്ങളിൽ, ഇഷ്ടമുള്ള ഭാഷകളിൽ
ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. കർത്താവിൻ്റെ വചനം കേൾക്കുകയും വചനത്തെ സ്വീകരിച്ച് ഇന്നലകളിലെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ അവൻ്റെ എല്ലാ ചെയ്തികളോടും കൂടി ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട അനുഭവത്തോടുകൂടിയാണ് നമ്മൾ ധ്യാനം കഴിഞ്ഞ് ഭവനങ്ങളിലേക്ക് പോകാനായിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ ദൈവം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകി. നമ്മുടെ കുറവുകളെ നിറവാക്കി, മുറിവുകളെ സൗഖ്യമാക്കി, രോഗത്തെ ഏറ്റെടുത്ത് അനുഗ്രഹിച്ചു, നമ്മുടെ ബലഹീനതയിൽ ശക്തി നൽകി. ഇതെല്ലാം ദൈവം നമുക്ക് ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ തന്ന കാര്യങ്ങളാണ്. ഈ ലഭിച്ചവരായ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ 1 പത്രോസ് 5-ാം അധ്യായം 6-ാം തിരുവചനം, കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ ഇനി നിങ്ങൾ താഴ്മയോടെ ആയിരിക്കുവിൻ. അപ്പോൾ കർത്താവിൻ്റെ ശക്തിയുള്ള കരം എല്ലാ നൊമ്പരങ്ങളും വേദനകളും ഏറ്റെടുത്ത് അവയെല്ലാം അനുഗ്രഹമാക്കി സൗഖ്യമാക്കി മാറ്റുന്ന ആ കരത്തിൻ കീഴിൽ നിങ്ങൾ എന്നും താഴ്മയോടെ ആയിരിക്കുവിൻ. തക്ക സമയത്ത് കർത്താവ് നമ്മളെ ഉയർത്തും. അപ്പോൾ നമ്മളെപ്പോഴും ജീവിതത്തിലെ ഏത് കാര്യങ്ങളിലാണെങ്കിലും ആ ഉയർത്തുന്ന കർത്താവിനെ നമ്മൾ കാണണം. ആ ഉയർത്തുന്ന കർത്താവിൻ്റെ കരം നമ്മൾ കാണണം. ആ കരമാണ് ഇനി നമ്മളെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിൽ വഴി നടത്തുന്നത് എന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ അടിയുറച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ വിശ്വാസത്തിൽ അടിയുറച്ച് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ കണ്ട് ഇനി അനേകർ ഓരോ ആഴ്ചയിലും ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വചനം കേൾക്കാനായിട്ട് കടന്നു വരണം. അപ്പോൾ നമുക്ക് അനേകരെ ഓരോ ആഴ്ചയിലും നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെ, പ്രേരണയിലൂടെ, സഹായത്തിലൂടെ ഒക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ, പറഞ്ഞുവിടാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ ജീവിതം ഈശോ പറഞ്ഞതുപോലെ മലയുടെ മുകളിൽ പണിതുയർത്തിയ പട്ടണം പോലെ, പ്രകാശഗോപുരം പോലെ ആയിരുന്നു അനേകർക്ക് പ്രകാശം കൊടുക്കാനും അനേകരെ പ്രകാശം സ്വീകരിക്കാനും നമ്മൾ വഴിയായിട്ട് സാധിക്കണം. അതിന് ദൈവം എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നന്മകളും വർഷിക്കും. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി.